ഹായ്. അപ്പോൾ പ്രകാശത്തിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രകാശത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ചിട്ട് നോക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലൈറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പകുതി പ്രോപ്പർട്ടീസ് ഈ ഒരു വീഡിയോയിലും ബാക്കി പകുതി നമുക്ക് മറ്റു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുതൽ കൂട്ടാതിരിക്കാനാണ്. ചിലർക്ക് ചില പ്രോപ്പർട്ടീസ് മാത്രം, ഇപ്പോൾ റിഫ്ലക്ഷനെ കുറിച്ച് അറിയേണ്ടവർക്ക് ചിലപ്പോൾ റിഫ്ലക്ഷൻ മാത്രം അറിയാം, ആ ഒരു വീഡിയോ മാത്രം കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള. നമുക്കറിയാം ലൈറ്റ് എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ലൈറ്റ് എന്താണ്, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓസിലേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേവ് ആയിട്ട്, അല്ലെങ്കിൽ ഫോട്ടോൺസിന്റെ ഒരു ഫ്ലോ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോൺസിന്റെ അല്ലെങ്കിൽ ഈ ഒരു റേഡിയേഷൻസ്, ഫോട്ടോൺസ് കൊണ്ടുണ്ടാകുന്ന ഈ ഒരു റേഡിയേഷൻസിന്റെ ഒരു സ്പെക്ട്രമാണ് പ്രധാനമായിട്ടും. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് മൂലം ഉണ്ടാകുന്ന ഈ ഒരു റേഡിയേഷൻസിന്റെ സ്പെക്ട്രമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ എന്താണ്, ഫോട്ടോൺസ് ആണ്. അപ്പോൾ ഇതിൽ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലും വേവ് ലെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റേഡിയേഷൻസിന്റെ ഈ ഒരു സ്പെക്ട്രം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഫ്രീക്വൻസി വരുന്നത് റേഡിയോ വേവ്സിനാണ്. അതിൻ്റെ അടുത്ത് തന്നെ മൈക്രോവേവ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇൻഫ്രാറെഡിനാണ് പിന്നീട് ഏറ്റവും കുറവ് ഫ്രീക്വൻസി വരുന്നത്. പിന്നീട് ഈ ഫ്രീക്വൻസി വരുന്നത് റെഡിനാണ്. ഇൻഫ്രാറെഡ് കഴിഞ്ഞ പിന്നെ റെഡിനാണ് ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് വയലറ്റിൽ അവസാനിക്കുകയും പിന്നീട് അങ്ങോട്ടൊക്കെ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഫുൾ ഫ്രീക്വൻസി അനുസരിച്ച് ഫ്രീക്വൻസി ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേവ് ലെങ്ത് അതേപോലെ കുറഞ്ഞും വരികയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്, അതായത് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മളെ ഗാമ റേസിനാണ്. ഓക്കെ, അപ്പോൾ അതിനോടനുബന്ധിച്ച് എക്സ്റേ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ലൈറ്റിന്റെ ഓരോ പ്രോപ്പർട്ടീസ് പറഞ്ഞു തുടങ്ങാം. ആദ്യം റിഫ്ലക്ഷൻ. നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സെക്കൻഡ് മീഡിയത്തിന്റെ ബൗണ്ടറിയിൽ എത്തുമ്പോൾ ലൈറ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്, അത് വന്ന മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ നല്ലൊരു ശതമാനവും തിരിച്ചു പോകുന്നു. അതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം പോളിഷ് ചെയ്തിട്ടുള്ള ആ ഒരു സർഫേസ് ആണെന്ന് വെച്ചാൽ അതിന്റെ എത്രത്തോളം റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള കാര്യമാണ്, എപ്പോഴും ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് അറ്റോമിക് ലെവലിലേക്ക് ഒന്ന് നോക്കിയാലോ. ഓക്കെ, നമുക്ക് അറ്റോമിക് ലെവലിലേക്ക് പോയി നോക്കുമ്പോൾ മെയിനായിട്ടും നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓസിലേറ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ സർഫേസും എന്തുണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്, ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആറ്റംസ് വെച്ചിട്ടുള്ള ഈ ഒരു സർഫേസിൽ ഈ ഒരു ലൈറ്റ് വന്നിരിക്കുമ്പോൾ ആ ഒരു ആറ്റത്തിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിനെയാണ് ഈ ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് വന്ന് ഇന്ററാക്ട് ചെയ്യുന്നത്. ആ ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺസുമായിട്ട് ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇന്ററാക്ട് ചെയ്യും. ഈ ഒരു ഇലക്ട്രോൺസിനെ ഈ ഒരു ലൈറ്റിന്റെ സെയിം ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള സർഫേസിലുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിന്റെ മേലെ ഈ ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു ലൈറ്റിലുള്ള ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇന്ററാക്ട് ചെയ്യും. ഈ ഒരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഒരു ലൈറ്റിന്റെ സെയിം ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്താണ്, ഈ ഒരു ഇലക്ട്രോൺസ്, ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, സെയിം അളവിൽ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോൺസിനെ പുറത്തുവിടുകയും ചെയ്യും. ഈ പുറത്തുവിടുന്ന ലൈറ്റാണ് റിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിനായിട്ട് റിഫ്ലക്ഷൻ എന്നുള്ള ഈ ഒരു പ്രവർത്തനത്തിന്റെ, ഈ ഒരു പ്രതിഭാസത്തിന്റെ ഉള്ളിലുള്ള കാര്യം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു റിഫ്ലക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇലക്ട്രോൺ ഡെൻസിറ്റി, ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി, അതുപോലെ തന്നെ എത്ര ടൈറ്റായിട്ടാണ് ഈ ഒരു ഇലക്ട്രോൺസ് ആറ്റത്തിലെ ന്യൂക്ലിയസുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് റിഫ്ലക്ഷൻ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ടൈം നമ്മൾ ലൈറ്റിന്റെ വീഡിയോ തുടങ്ങിയിട്ടുള്ളത് കാഴ്ച എന്നുള്ള കാര്യം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച തന്നെയാണ് ഏറ്റവും ഇതായിട്ട് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു റിഫ്ലക്ഷൻ പ്രതിഭാസം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൺലൈറ്റ് എന്ത് ചെയ്യണം, ഒരു വസ്തുവിൽ തട്ടിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുകയും അത് പിന്നെ ബ്രെയിൻ പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് കാഴ്ച സാധ്യമാകുന്നത്. അതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള മിറേഴ്സ്, ഈ ഒരു മിറേഴ്സും ഈ ഒരു റിഫ്ലക്ഷന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഈ മിറേഴ്സ് വെച്ച് ഉണ്ടാക്കുന്ന ടെലസ്കോപ്പ്,
മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ പെരിസ്കോപ്പ്, ഇതിൻ്റെയൊക്കെ വർക്കിംഗ് നമുക്ക് പിന്നീട് ഒക്കെ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂൺ നമ്മുടെ സൺലൈറ്റിനെ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്തിട്ടാണ് രാത്രി കാലങ്ങളിൽ നമ്മൾ ഈ മൂണിലെ പ്രകാശമായിട്ട് കാണുന്നത്. ഓക്കെ, രാത്രി കാലം മാത്രമല്ല, ഫുൾ ടൈം ഇതിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് റിഫ്ലക്ഷൻ എന്നുള്ള കാര്യത്തിലൂടെ നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് റിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പാത്തിന് വരുന്ന ചേഞ്ചാണ് ഈ ഒരു റിഫ്രാക്ഷൻ എന്നുള്ള കാര്യത്തിലൂടെ പറയുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു ഗ്ലാസ് വാട്ടറിൽ നമ്മളൊരു പെൻസിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പെൻസിൽ ബെൻഡ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ നമ്മളൊരു കോയിൻ ഇടുകയാണെങ്കിലും ഈ ഒരു കോയിൻ വെള്ളത്തിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട്, അതിൻ്റെ യഥാർത്ഥ ആഴം നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾസിലും നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ആഴം മനസ്സിലാവാത്ത, പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ ആഴം മനസ്സിലാകുന്നില്ല, അതിൽ ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ആഴം മനസ്സിലാകുന്നത്. ഇതൊക്കെ ഈ ഒരു റിഫ്രാക്ഷൻ എന്നുള്ള പ്രതിഭാസത്തിലൂടെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ പാതയ്ക്ക് ഒരു ബെൻഡ് ഉണ്ടാകും, അതിലൊരു പാത്തിന് ഒരു ബെൻഡ് സംഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു ബെൻഡിങ് എന്നുള്ളത് കൊണ്ട് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡാണ്. നമുക്കറിയാം, ലൈറ്റ് ഒരേ സ്പീഡിലല്ല എല്ലാ മീഡിയത്തിലൂടെയും സഞ്ചരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലൈറ്റ് സ്പീഡിൽ സഞ്ചരിക്കുന്നത് വാക്വത്തിലൂടെയാണ് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മീഡിയത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാക്വത്തിനാണ് ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്, ഒന്നാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മീഡിയത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ കൊടുത്തിട്ടുണ്ട്. എയർ എന്നുള്ള മീഡിയത്തിൻ്റെ അതിനേക്കാളും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് ഇത് വാട്ടറിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബെൻഡിങ്, നമ്മളെ ഈ ഒരു പെൻസിൽ ബെൻഡായി കിടക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു കോയിൻ ഒക്കെ നമുക്ക് കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ പാത്തിന് ഒരു ബെൻഡ് ഉണ്ടാകുന്നു. ഈ ബെൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു നോർമൽ ഇവിടെ വരയ്ക്കുന്നുണ്ട്, അതായത് സർഫേസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഇമാജിനറി ലൈൻ വരയ്ക്കുന്നുണ്ട്, അതിനാണ് നോർമൽ എന്ന് പറയുന്നത്. ഈ ഒരു നോർമലിൽ നിന്ന് ഹെവി ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദ നോർമൽ. അതുകൊണ്ടാണ് ഈ ഒരു കോയിൻ നമുക്ക് കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു റിഫ്രാക്ഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം.